ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറൊന്നും നമ്മുടെ VR റാങ്കിലെ ചെറിയൊരു ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ നോളം സെറ്റ് ചെയ്യാൻ ഞാനിടുന്ന വീഡിയോസുകളിലെ ലൈവ് സ്ട്രീമിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇറങ്ങിയ പാടെ തന്നെ നമ്മൾ അടുത്തായിട്ട് ഒരുപാട് എനിമീസിന് നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ താഴത്തായിട്ട് എനിമിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും നമുക്കൊരു ഓഗോ അങ്ങനത്തെ പറഞ്ഞൊരു ഗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഒന്ന് നോക്കി നമ്മുടെ പെർഫെക്റ്റ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു അപ്ഗ്രേഡ് ജിപ്പ് കാര്യങ്ങളും കിട്ടി. നേരെ MB5 നേരെ അപ്ഗ്രേഡ് കാര്യങ്ങൾ ചെയ്ത് ഇറങ്ങിയ പാടത്ത് തന്നെ അടുത്തന്നെ കണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയ പാടത്ത് നമ്മുടെ P90 സൈസ് നമ്മുടെ പെർഫെക്റ്റ് നല്ലതീക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും 2-3 അടി കൂടെ കൊണ്ട് ചിലപ്പോൾ അവൻ നോക്കാവാൻ ചാൻസ് കൂടുതലാണ്. സ്കോഡാണ് കളിക്കുന്നത്. അപ്പോൾ നോക്കി നമ്മൾ അവൻ്റെ അടുത്തോട്ട് റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് അവനെ ഞാൻ സ്പോട്ട് ചെയ്തു. അപ്പോൾ നോക്കിയിട്ട് നമ്മുടെ MB5 എടുത്ത് നല്ലതീക്ക് ഡാമേജ് കാര്യം കൊടുത്തു. അവനെ സോണി ആക്കി അവൻ എന്നെ നോക്കാക്കി, ഞാൻ അവനെയും നോക്കാക്കി. പിന്നെ നമ്മുടെ ഫ്രണ്ടിനകത്താണ് ഈ ഹെൽപ്പ് മീ എന്ന് കുറേ പറയുന്നുണ്ട്. അവൻ വരുമില്ലെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ടാണ് പെട്ടെന്ന് തന്നെ വന്നിട്ട് ഒരു ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഗൈസ്. ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അവനാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ റിവൈവ് കാര്യങ്ങളൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട്. റിവൈവ് കാര്യങ്ങളൊക്കെ ചെയ്ത് വിട്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കില്ല് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ടീംമേറ്റ് ചിലപ്പോൾ നമ്മളെ കില്ല് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ പെട്ടെന്ന് തന്നെ മെഡിക്കറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് നേരെ അവൻ്റെ ലൂട്ട് ബോക്സ് പോയി ലൂട്ട് അടിക്കാൻ വിചാരിച്ച സമയത്താണ് അവൻ്റെ ടീംമേറ്റ് അടുത്തോട്ട് വരുന്നുണ്ട്. അവർ നല്ലത്തേക്ക് ഡാമേജ് കൊടുത്തു. അവൻ എൻ്റെ ഫ്രണ്ടിനെ നോക്കാക്കി, ഞാൻ അവനെ നോക്കാക്കി. പെട്ടെന്ന് തന്നെ അവിടുന്ന് ചാടി ഇറങ്ങി പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ട് അവന് നൈസായിട്ട് പൊക്കി വിട്ടിട്ടുണ്ട്. അവനെ പൊക്കി വിട്ട് നേരെ നമ്മൾ ഇതിൻ്റെ മേലോട്ട് മീൻസ് ഈ ഒരു മലയുടെ മേലായിട്ട് എനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കാനറിൽ. അവനെ പെട്ടെന്ന് തന്നെ അടിച്ച് നോക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ആ ഒരു കില്ലും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബാക്കിലായിട്ട് ഇനി എനിമി നമ്മുടെ സ്കാനറിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ലൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നേരെ നമ്മൾ ആ ഒരു എനിമിൻ്റെ അടുത്തോട്ട് റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു പുള്ളിക്കാരൻ്റെ അടുത്തോട്ട് നമ്മൾ റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എനിമിനെ ഇവിടെ സ്പോട്ട് ചെയ്ത് നല്ലതീക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അവനാണെങ്കിൽ ഗ്ലൂ കാര്യങ്ങളുണ്ട്. നമ്മളാണെങ്കിൽ ഗ്ലൂ വാണ്ട് ഉള്ളൂർ അടിക്കുന്ന ഒരു എബിലിറ്റി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ട് നൈസായിട്ട് തന്നെ അവൻ അടിച്ചാൽ നോക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഹെഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ 1 കില്ലും ഗ്ലൂ വാൾട്ടിലുള്ള കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 4 കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ ലൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നേരെ നമ്മൾ RSNL നിന്നാണെങ്കിൽ നമുക്കൊരു M4 അതുപോലെ M500 ഒക്കെ നമ്മൾ മാക്സ് ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു തന്നെ സ്പോട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീടിൻ്റെ മേലെ വീടല്ല ഇവിടെ എന്തൊരു സംഭവം ഉണ്ടല്ലോ അതിന് മേലായിട്ട് നമ്മൾ തന്നെ സ്പോട്ട് ചെയ്ത് നേരെ അവൻ്റെ അടുത്തോട്ട് നിന്ന് പെട്ടെന്ന് MB5 നടത്തിയിട്ട് ഡാമേജ് കാര്യങ്ങൾ കുത്തിപ്പിടിച്ച് പെട്ടെന്ന് തന്നെ അവനെ നോക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അവൻ്റെ കില്ല് ഫിനിഷിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവനെ അങ്ങോട്ട് കയറിയിട്ട് പെട്ടെന്ന് തന്നെ MB5 വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കില്ല് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ നോക്കണേ 5 കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ അടുത്തോട്ടായിട്ട് വേറെ അടുത്തിനും പാടെ ഇറങ്ങുന്ന പോലെ കാണുന്നുണ്ടായിരുന്നു നമ്മുടെ സ്കാനറിൽ. അപ്പോൾ നോക്കണേ അവൻ ഇറങ്ങിയ പാടത്തിന് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. നേരത്തെ കൊന്നവനാണ് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ 6 കില്ല് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ടോട്ടൽ 6 കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 29 പേര് ഇപ്പോഴും അലൈവാണ്. അപ്പോൾ ടോട്ടൽ എത്ര കില്ല് കിട്ടുന്നത് ജസ്റ്റ് നിങ്ങൾ ഗസ് ചെയ്തിട്ട് അപ്പോൾ നോക്കി നമ്മൾ താഴത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് മീൻ സോൺ വരുന്ന സമയത്തായിട്ട് അവിടെ ഒരു തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഗ്ലൂവിൻ്റെ കവറിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഗ്ലൂ വാളിൽ അടിച്ച് പൊടിക്കുന്ന എബിലിറ്റി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആര് പുള്ളിക്കാരാണെങ്കിൽ ചാവുന്നൊന്നുമില്ല. സംഭവം വരുന്നില്ല, അവർ കവറിലാണ് തോന്നുന്നത്. എന്നാൽ കൂടെ കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 10-20 ഒക്കെ ആയിട്ട് ആര് പുള്ളിക്കാരൻ്റെ കില്ല് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഏതെല്ലാവരും കില്ല് കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നോക്കണമെങ്കിൽ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ പുള്ളിക്കാരനെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം നമ്മൾ ഈ RSNL ഉള്ളിലൊക്കെ വെയിറ്റ് ചെയ്ത സമയത്ത് തന്നെ മേലായിട്ട് എടുത്തിട്ട് സ്പോട്ട് ചെയ്ത് അപ്പോഴേക്കിനാണെങ്കിൽ വേറൊരു വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പുള്ളിക്കാരൻ്റെ വണ്ടിയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് അടിച്ച് കൊടുത്ത് ഞാനാണെങ്കിൽ മേലുള്ള മീൻസ് നമ്മൾ നേരത്തെ കൊന്ന ലോഡ് ബോക്സിലേക്ക് വേറെ അടുത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നാൽ ആ ഒരു പുള്ളിക്കാരൻ നല്ലതീക്ക് ഡാമേജ് കാര്യം കൊടുത്താവും. നമുക്ക് നല്ലതീക്ക് ഡാമേജ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ M4 ആണ്, ഫുൾ മാക്സ് ആണ്, മീൻസ് 3 ആണ് M4. നോക്കുകയാണെങ്കിൽ ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ കൂടെ അടിക്കുന്ന ആ ക്യാരക്ടർ സ്കിന്നിലായിട്ട് നല്ലതീക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോഴേക്കും സോണ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെയും വിളിച്ചാൽ നേരെ സോണിലോട്ട് കയറാമെന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പോൾ നമ്മുടെ 4 പേരാണെങ്കിൽ എനിമിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട് പാടെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സോണിൽ കയറേണ്ട തന്ത്രപ്പാടാണ് കഴിച്ചത്. അപ്പോൾ നോക്കി ഞാൻ പുള്ളിക്കാരൻ നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ പുള്ളിക്കാരൻ വരുന്നുണ്ടായിരുന്നു. അതിന് പെട്ടെന്ന് തന്നെ നോക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ടോട്ടൽ 7 കില്ല് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളാണെങ്കിൽ സോണിൽ കയറുന്ന തന്ത്രപ്പാടില്ല ഇതിന് ഫ്രണ്ടിലായിട്ട് വേണ്ട ഒരു തന്നെ സ്പോട്ട് അതിന് അതിലേക്ക് ഡാമേജ് കാര്യങ്ങളും കൊടുത്തു. അവനാണെങ്കിൽ ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ട് കവർ എടുക്കുകയാണ്. ഒരു കവറിലാണ് അപ്പോഴും താഴ്ത്തുന്ന വേറൊരുത്തം വരുന്നത്. ആ കില്ല് നൈസായിട്ട് തന്നെ പോയി. ഇപ്പോൾ ഒരു കില്ല് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കൈസ്, ഷോക്ക് അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ വന്നിട്ട് അവൻ മറ്റവനെ മീൻസ് നമ്മൾ ആദ്യം സ്പോട്ട് ചെയ്താണ് നമ്മൾ ഫ്രണ്ട് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് നോക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ എനിക്ക് 7 കില്ല് കാര്യങ്ങൾ അതുപോലെ തന്നെ 17 പേര് അലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ഡ്രോപ്പ് അടിച്ച് നേരെ സോണിൽ കയറാന്നുള്ള ലെവലായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ആ ഫ്രിഡ്ജിൻ്റെ മേലെന്നൊക്കെ ആയിട്ട് അടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു പുള്ളിക്കാരൻ നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ ആയിട്ട് അടി വരുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെയൊന്നും കറക്റ്റായിട്ടുണ്ട് അറിയത്തില്ല. 12 പേര് അലൈവ് ഉണ്ട്. അപ്പോൾ ഈ കളി പോയെ കിട്ടില്ലെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് തരുന്ന നമ്മുടെ ചാനൽ സബ് അടിക്കാത്തവരാണ് ഇപ്പം നമ്മുടെ ചാനൽ സബ് ചെയ്തത്. ഞാനാണ് എൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു തന്നെ സ്പോട്ട് ചെയ്ത് നേരെ സോണിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വേറെ സിനിമ അത് അടിച്ചു പെട്ടെന്ന് ഈ ഒരു പുള്ളിക്കാരൻ അടുത്തേക്ക് ഡാമേജ് കാര്യങ്ങളും കൊടുത്തു. നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ പെട്ടെന്ന് 1 കില്ലും കുമ്മിയിട്ടുണ്ട്. 1 കില്ലും കിട്ടിയിട്ടില്ല. അവൻ്റെ
കില്ലും മറ്റേ നമ്മുടെ ബ്രിഡ്ജിൻ്റെ മേലുള്ള എനിമീസൊക്കെ ഉണ്ടല്ലോ അവന്മാർ തീർക്കും ചെയ്ത് ആകെ ശോകാവസ്ഥയാണ് കേസ്. ഇപ്പോൾ 14 പേര് ഇപ്പോഴും അലൈവുണ്ട്, കുറേ പൊക്കി വിടുന്നൊക്കെ ഉണ്ട്. സോണും കാര്യങ്ങളും വരുന്നുണ്ട്. ഞങ്ങൾ നേരെ സോണിൽ കയറുന്ന തന്ത്രപ്പാടിലാണ്. നേരെ സോണിൽ കയറുന്ന സമയത്ത് തന്നെ ഫ്രണ്ടിലായിട്ട് ഒരുക്കുന്ന സ്പോട്ട് ചെയ്ത് പുള്ളിക്കാരൻ ഗ്രാനേഡറിന് വീതാന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ 6 കില്ലെടുത്തു. ഇപ്പോൾ ടോട്ടൽ 7 കില്ലും 12 പേര് അലൈവ് ഗൈസ്. എനിമീസ് കുറയുന്നുണ്ട് കൂടുന്നുണ്ട്, ഫുൾ റിവൈവിങ് ആണ്. നമ്മൾ നേരെ സോണിൽ കയറേണ്ട ധൃതിയിലാണ് ഗൈസ്. കാരണം വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലായിട്ട് എനിമീസും ഉണ്ട്, ബാക്കിൽ നിന്ന് സോണും വരുന്നുണ്ട്. ഫുള്ള് ശോകാവസ്ഥയാണ്. ഗ്ലൂ വാൾ കാര്യങ്ങളൊക്കെ ആകെ കുറച്ചുള്ളൂ, 6-7 ഗ്ലൂ വാൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നേരെ സോണിൽ കയറുന്ന സമയത്ത് നല്ല കടി കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിലൂടെ ഒരുത്തം കയറുന്നുണ്ട് സോണിലോട്ട്. അവന് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കളിയിൽ എത്ര കില്ല് കിട്ടുന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേക്കും. അപ്പോൾ നോക്കണേ അവിടെ എടുത്ത് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ അടിക്കുന്ന എബിലിറ്റി ഉണ്ട്, ലൈറ്റ് അടിക്കാന്നൊക്കെ ഒരു മൈൻഡിലാണ് കുറച്ചുകൂടെ ഫ്രണ്ട് കയറിയിട്ട് നേരെ നമ്മൾ ആ ഒരു എബിലിറ്റി കാര്യങ്ങളൊക്കെ ഓണാക്കി ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ കൂടെ നേരെ അവൻ നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളും കൊടുത്തു. അപ്പോൾ ഞാൻ ബാക്കിൽ നിന്നൊക്കെ ആയിട്ട് അടി വരുന്നെന്ന് തോന്നുന്നു. നോക്കണേ ആ ഒരു പ്ലെയർ ബാക്കിൽ നിന്ന് അടി വരുന്നുണ്ട്. ആ ബ്രിഡ്ജിൻ്റെ മേലിലാണ് 6 കില്ല്. ആ ബ്രിഡ്ജിൻ്റെ മേലുള്ള എനിമിയാണെങ്കിൽ 6 കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നൈസായിട്ടാവും നമ്മളെ കയ്യിൽ നിന്ന് ഓസി എടുത്തപ്പോൾ ഒരുപാട് കില്ല് അങ്ങനെ മിസ്സാവുന്നുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ ഒരു മെഡിക്കറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് ഇങ്ങനെയൊക്കെ പാടെ നമ്മൾ സോണിൻ്റെ ഏറ്റവും മേലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കണേ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങൾ നമ്മുടെ ഒരു ഗ്ലൂ വാൾ മേലിട്ട് ഉണ്ടായിരുന്നു. നൈസായിട്ട് ആ ബ്രിഡ്ജിൻ്റെ മേലോട്ട് എറിയാന്നൊക്കെ ലെവലായിരുന്നു. അവ വരുന്ന സമയത്ത് തന്നെ അതിന് അവിടെ നിന്നായിട്ട് വിട്ട് ചാടി ഇറങ്ങി മണ്ടൻ അവനെ പെട്ടെന്ന് തന്നെ അടിച്ച് തീർത്തുണ്ട്. ഇപ്പോൾ ടോട്ടൽ 8 കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 പേര് അലൈവ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ ഒരുത്തും ചത്തിരുന്നെങ്കിൽ നമ്മുടെ സാധാ മരിച്ചു പോയിട്ട് ഇട്ട് ഇനി ഞാനും മറ്റവനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ നേരെ ആ ഒരു പ്ലേസ് മീൻസ് ഇനിയുള്ളവരും 2 പ്ലേസ് ഉണ്ട്, 3 പ്ലേസ് ആയാലും 3 പ്ലേസിന് തീർക്കണമല്ലോ. അപ്പോൾ നേരെ ഇവിടെ സമയത്ത് ഇവിടെ സർവൈവ് ചെയ്യാൻ എൻ്റെ ടീമേറ്റൊക്കെ പാടായിട്ടെന്ന് തോന്നുന്നു. അങ്ങനെ 6 പുള്ളിക്കാരനെ തീർത്ത് 9 കില്ലായിട്ട് നിർത്താൻ മാത്രമുള്ള അലൈവ്. അവനെ പെട്ടെന്ന് കുത്തിപ്പിടിക്കുന്ന ഗ്ലൂ വാൾ അടിക്കുന്ന എബിലിറ്റി ഒക്കെ ഇട്ട് പെട്ടെന്ന് അവനെ തീർത്തിട്ടുണ്ട്. അങ്ങനെ കളി കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്ര ഉള്ളൂ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്തേക്ക് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.